ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. സംഭവബഹുലമായ 2015 നമ്മളെ വിട്ടുപിരിയുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2014 നമുക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു. 2015 പിടിച്ചടക്കാം, നമ്മുടെ കസ്റ്റഡിയിലായിരിക്കുമെന്നൊക്കെ. എന്നാൽ നാം ഉദ്ദേശിക്കാത്ത തരത്തിൽ, നാം പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ, സംഭവങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനെ വിളിച്ചറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. കർത്താവിൻ്റെ വരവെടുത്ത ഈ സമയത്ത് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ മുഖാമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ അടയാളങ്ങളും ദിവസം പ്രതി നമ്മളെ അത് വിളിച്ചറിയിക്കുമ്പോൾ, തൻ്റെ 2016 സൂര്യോദയം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉള്ള നമ്മുടെ ഒരു ഒരുക്കത്തിൻ്റെ വർഷമായി തീരണം. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെ ആകരുത്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പല പ്രതിഷ്ഠകളും പല തീരുമാനങ്ങളും നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ 2016 ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ വരവെടുത്തു, എങ്ങനെയെങ്കിലും നമ്മുടെ നിത്യത, ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥമായി പോകാതെ നിത്യതയെ അവകാശമാക്കുവാൻ, അതിനുവേണ്ടി ആ ലാക്കിലേക്ക് ഓടുവാനുള്ള ഒരു പ്രയാണ ദിവസങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ എല്ലാവരോടും നന്ദിയുള്ളവരാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ പരിചയപ്പെട്ട ദേവദാസന്മാർ, സ്നേഹിതര ഭവനത്തിൽ വന്ന് താമസിച്ചിട്ടുള്ള ദേവദാസന്മാർ, സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാവരെയും ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും ഒരിക്കൽ കൂടി 2016 എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഭടനായി പൊരുതിടാ, ഓടിടാം വചനമായി ഭൂലോകം മുഴുവനും. താതന്റെ വേല